ബി.ജെ.പിയുടെ എംപിമാരിൽ ഏറ്റവും നിലവാരമില്ലാത്തത് മുൻ രാഹുൽ ഗാന്ധി കാര്യമന്ത്രി സ്മൃതി ഇറാനി ആണെന്നായിരുന്നു എല്ലാവരും ഇതുവരെയും കരുതിയിരുന്നത്. എന്നാൽ സ്മൃതി ഇറാനി തനിക്ക് മുൻപിൽ ഒന്നുമല്ല എന്നാണ് മണ്ടിയിലെ മണ്ടിയായ എംപി കൊണകൊണ റണ്ണൌട്ട് തെളിയിച്ചിരിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും നിലവാരമില്ലാത്ത ബി.ജെ.പി മന്ദഭക്തന്മാരെയും നാണിപ്പിക്കുന്ന വാക്കുകളാണ് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് കൊണകൊണ റണ്ണൌട്ട് പറഞ്ഞത്. സെബി അധ്യക്ഷ മാധവി ബുച്ചിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മുതൽ ബി.ജെ.പിയുടെ മന്ദഭക്തരുമെല്ലാം അദാനിയെയും സെബി അധ്യക്ഷയെയും പ്രതിരോധിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് മണ്ടിയിലെ എംപി രാഹുൽ ഗാന്ധിക്കെതിരെ അവരുടെ യഥാർത്ഥ സംസ്കാരം വെളിപ്പെടുത്തുന്ന ആക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞത്. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: രാഹുൽ ഗാന്ധി ഏറ്റവും അപകടകാരിയായ മനുഷ്യനാണ്, ഏറ്റവും കൊടിയ വിഷലിപ്തമായ വിനാശകാരിയായ ആളാണ്. രാഹുലിന് പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞില്ലെങ്കിൽ രാജ്യത്തെ നശിപ്പിക്കണമെന്നാണ് അയാളുടെ അജണ്ട. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ ലക്ഷ്യം വെച്ചുള്ള ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ രാഹുൽ ഗാന്ധി പിന്തുണച്ചത് ചീറ്റിപ്പോയ പടക്കമായി മാറി. രാജ്യത്തെ അസ്ഥിരമാക്കാനും അതിന്റെ സുരക്ഷയെയും എക്കോണമിയെയും നശിപ്പിക്കാനും എല്ലാ ശ്രമവും രാഹുൽ നടത്തുകയാണ്. ജീവിതകാലം മുഴുവൻ ഈ പീഡനവും സഹിച്ച് രാജ്യം മഹത്വത്തിലേക്ക് വളർച്ചയിലേക്ക് ഉയരുന്നത് കണ്ടുകണ്ട് പ്രതിപക്ഷത്ത് ഇരിക്കാൻ തയ്യാറായിക്കൊള്ളൂ. ഈ രാജ്യത്തെ ജനങ്ങൾ ഒരിക്കലും നിങ്ങളെ അവരുടെ നേതാവാക്കില്ല. നിങ്ങൾ ഒരു അപമാനമാണ്. ഇതായിരുന്നു അവരുടെ വാക്കുകൾ. എന്തുകൊണ്ടാണ് അദാനിയെക്കുറിച്ചോ അദാനിയുടെ അഴിമതികളെക്കുറിച്ചോ പറയുമ്പോൾ അത് ബി.ജെ.പിക്കും ബി.ജെ.പിയുടെ മന്ദഭക്തന്മാർക്കും കൊള്ളുന്നത്? 2014 മുൻപ് ഏത് അഴിമതി ആരോപണം ഉണ്ടായാലും അന്വേഷണവും നടപടിയും ഉണ്ടാവുമായിരുന്നു. 1992 ഹർഷത് മേത്തയുടെ അഴിമതിയെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അയാൾ ആജീവനാന്തം ജയിലിൽ പോവുകയാണ് ഉണ്ടായത്. ലോകത്തിൽ ഇങ്ങനെ ഒരു രാജ്യമില്ല. രാജ്യത്തെ ജനങ്ങളുടെ സമ്പത്ത് കൊള്ളയടിച്ചാലും ഒന്നും സംഭവിക്കില്ല. ഇപ്പോൾ രാജ്യത്ത് ഏറ്റവും കൂടിയ അഴിമതി നടത്തുന്നവനെ വെളുപ്പിക്കാൻ ബി.ജെ.പിയുടെ 2 രൂപ കൂലികൾ എത്തുന്ന അവസ്ഥയാണ്. സ്വന്തം വയറു നിറയ്ക്കാൻ ഒന്നുമില്ലെങ്കിലും അദാനി അഴിമതികളെ വെളുപ്പിക്കാൻ അവർക്ക് യാതൊരു നാണവുമില്ല. ബി.ജെ.പിയുടെ 2 രൂപ കൂലികളെക്കാൾ തരംതാണ് ഈ വാക്കുകൾ പറയാൻ കങ്കണ റണൌട്ടിന് ഒരു മടിയുമില്ല. സംസ്കാരം എന്നത് ബി.ജെ.പിയിലുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ലെന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും ഒരു എം.പി ഇത്രയൊക്കെ തരം താഴാമോ? മണ്ടിയിലെ ജനങ്ങൾ കാണിച്ച അവിവേകം എന്നല്ലാതെ എന്തു പറയാൻ? എന്നാൽ ഇവർക്ക് സ്മൃതി ഇറാനിയുടെ അതേ അവസ്ഥ തന്നെയാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് ഒരു സംശയവും വേണ്ട.